ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്നെന്താ വീഡിയോ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് നാളെ. അതായത് നവംബർ 13-നാണ് ബർത്ത്ഡേ വരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നവംബർ 12 രാത്രി ഒരു 11:15 ആവുന്ന സമയമാണ്. അപ്പം കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. അവനോട് കേക്കൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഇന്ന് വൈകിട്ട് നേരത്തെ അവൻ കിടന്ന് ഉറങ്ങിയത് കൊണ്ട് തന്നെ രാത്രി ഉറങ്ങാൻ ഇച്ചിരി ലേറ്റായി. എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ഫീല് തോന്നിയിരുന്നു എനിക്ക്. എന്നാലും ഞാൻ കുറേ കഷ്ടപ്പെട്ട് ഉറക്കി കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് സെറ്റാക്കാൻ. എന്നാലേ രാവിലെ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. രാവിലെ എന്ന് പറയുമ്പോൾ നമ്മളൊരു വെളുപ്പിനൊരു 4 മണിക്ക് കട്ട് ചെയ്യാന്നുള്ള രീതിക്കാണ് വിചാരിക്കുന്നത്. അപ്പം അതിനുവേണ്ടി രാത്രി തന്നെ ഡെക്കറേഷൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ആശാന്തി ഇവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ സെറ്റ് ചെയ്യണം. അവിടെ സോഫയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി എവിടെ ഡെക്കറേറ്റ് ചെയ്യേണ്ടതെന്നൊന്ന് സ്പേസ് കണ്ടുപിടിക്കണം കേട്ടോ. അതന്നെ ഇപ്പോൾ സംശയം. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിത് കേക്കൊക്കെ വാങ്ങി ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഫ്രിഡ്ജാണ്. അതുകൊണ്ട് തന്നെ അവനത് തുറന്ന് നോക്കത്തില്ല. സ്ഥിരം വയ്ക്കുന്ന ഫ്രിഡ്ജാണെങ്കിൽ തുറന്ന് നോക്കും കേട്ടോ. അതുകൊണ്ട് ഇതിനകത്താണ് വെച്ചേക്കുന്നത്. അപ്പം നമ്മളിത് ഈ ഒരു സ്പേസിൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. നോക്കാം എത്രത്തോളം നിൽക്കുമെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സോഫ ഒക്കെയാണ് കിടക്കുന്നത്. ഇവിടെ അങ്ങനെ വലിയ സ്പേസ് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നില്ല. നമുക്ക് നോക്കാം. ആദ്യം ബലൂണൊക്കെ വീർപ്പിക്കാനുണ്ട്. മുകളിലോട്ട് കയറി വന്നപ്പോഴാണ് ഈ ഒരു ബൾബ് വർക്കിംഗ് അല്ലെന്ന് ഞാൻ മനസ്സിലാക്കിയത്. നേരത്തെ ഞാൻ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, വർക്കിംഗ് അല്ലാന്ന് മനസ്സിലായിരുന്നു. പക്ഷെ മറന്നുപോയി. പിന്നെ അവിടെ ഇരിക്കുന്നത് തടിയിൽ ഉള്ളൊരു സംഭവം. അത് ഞങ്ങളുടെ വീട് പണിയാൻ നേരത്തിന് ഒരു മരത്തിൻ്റെ വേര് മണ്ണിനടിയിൽ നിന്ന് എടുത്തതായിരുന്നു. അത് ഇച്ചിരി ഭംഗിയുണ്ടെന്ന് തോന്നിയിട്ട് പെയിൻറ് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പം കുറച്ച് ബലൂണും പിന്നെ ക്യാപ്പ് 5 വന്നിട്ടുള്ള ഒരു ക്യാൻഡിൽ അതൊക്കെ ഞാൻ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. അധികം സമയമൊന്നുമില്ല. അവൻ എന്നെ തിരക്കുന്നതിന് മുന്നേ താഴെ പോകണം. ഇടയ്ക്കിടയ്ക്ക് എണ്ണീറ്റ് നോക്കും ഞാനുണ്ടോ എന്നുള്ളത്. ഇതാണ് കേട്ടോ ഹാപ്പി ബർത്ത്ഡേയുടെ തൊപ്പി. ഞാൻ സെൽഫി ക്യാം വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. തിരിച്ച് വെച്ച് വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ എത്രത്തോളം കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. അതുകൊണ്ടാണ്. പിന്നീട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുള്ള ആ ഒരു ബലൂൺ വീർപ്പിക്കുമ്പോൾ ഉള്ളതാണ് കേട്ടോ. പിന്നെ കുറച്ച് ബലൂണ് വാങ്ങിയിട്ടുണ്ട്. 5 എന്നുള്ളൊരു നമ്പർ ക്യാൻഡിലും വാങ്ങിയിട്ടുണ്ട്. മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇതുപോലെ സംഭവം വാങ്ങിയിരുന്നു. പക്ഷെ അന്ന് ഞാൻ വീർപ്പിച്ചില്ലായിരുന്നു. എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അവനന്ന് പനിയായതുകൊണ്ട് തന്നെ അവന് ഫുൾ ടൈം നോക്കുന്ന ഒരു പണിയായിരുന്നു എനിക്ക്. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഡെക്കറേഷനൊക്കെ ചെയ്യുന്നത്.
അങ്ങനെ എല്ലാം അതേ റെഡിയായി കഴിഞ്ഞു. 2 ബലൂണ് ബാക്കിയുണ്ട്. അത് ഞാൻ ചെയ്യാതിരുന്നതാണ് കേട്ടോ. ഇത്ര മതിയായിരുന്നു. 2 കൂടി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഓവറായിപ്പോവും. ഇപ്പം തന്നെ ഒരുപാടായി. ഇപ്പം ഞാൻ ഉറങ്ങി എണ്ണീറ്റു. രാവിലെ ഒരു 4 മണിയൊക്കെ ആയ സമയത്താണ്. അവൻ നല്ല ഉറക്കമാണ്. അന്നേരം കേക്കൊക്കെ എടുത്തത് മുകളിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അവനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കേക്കൊക്കെ എടുത്ത് വെച്ചാൽ സ്ഥിരം വാങ്ങുന്ന ആരതീസ് കേക്ക് വേൾഡിൽ നിന്ന് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഫെറോറോ റോഷറിൻ്റെ കേക്കാണ് വാങ്ങിയിട്ടുള്ളത്. 1/2 kg ആണ്. 750 റുപ്പീസായിരുന്നു. ഇത് 3 ഫെറോറോ റോഷറിൻ്റെ ചോക്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാനായിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. മമ്മിയുടെ ഫോണിൻ്റെ അലാമാണ് ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്തേക്ക് കേൾക്കുന്നത്. 4 മണിക്കങ്ങാണ്ട് അലാം വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അവനെ സർപ്രൈസ് കൊടുക്കാനായിട്ട് അവനെ താഴേന്ന് അച്ഛൻ കൊണ്ടുവരികയാണ്. വിളിച്ചെണ്ണിപ്പിച്ചപ്പോൾ കരച്ചിലൊക്കെ ആയിരുന്നു. അപ്പം മമ്മി പോയി എന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പിച്ചു. അല്ലാതെ എണ്ണിക്കുന്നുണ്ടായില്ല. അപ്പം അവൻ ഇനിയിപ്പോൾ വരുന്നുണ്ട്. ശരിക്കും ഇത് കണ്ട് സർപ്രൈസ് ആയിട്ടോ. അതൊക്കെ വീഡിയോക്കകത്ത് കാണാൻ പറ്റും. കണ്ടോ? ആ ലൈറ്റ് ഇട്. താഴത്തെ ലൈറ്റ് ഇട്. ഇല്ല ഇല്ല മമ്മി ആ ലൈറ്റ് ഇടോ മുകളിലത്തെ. കേറി കേറി കെട്ടി. കള്ളവോ? സന്തോഷായോ? സന്തോഷായോ? കെട്ടി. അപ്പോൾ ഇത് അവൻ്റെ സൂര്യചേച്ചി കൊടുത്ത ഗിഫ്റ്റാണ്. ഫസ്റ്റ് താങ്ക് യു ഞാൻ പറയാതെ പറഞ്ഞ താങ്ക് യു ആണ്. ലാസ്റ്റ് ഞാൻ താങ്ക് യു പറയിപ്പിച്ചതായിരുന്നു. നീ പൊട്ടിക്ക് ആരെ പോകരുതേ. ചേച്ചിക്ക് താങ്ക്സ് പറ. ഇന്നെന്താ പ്രത്യേകത? ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ് സ്കൂളിൽ പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ്. സ്കൂളിൽ അവർക്ക് ബർത്ത്ഡേക്ക് കളർ ഡ്രസ്സ് അങ്ങനെ ഇടാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റൊക്കെ കൊണ്ടുപോകാം. പക്ഷേ കേക്കും ചോക്ലേറ്റ്സ് അല്ല ഇവിടെ അല്ല, അല്ലാണ്ട് ഫ്രണ്ട്സിന് പെൻസിലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അവൻ ചോദിച്ചത് പെൻസിലും കട്ടറും ഒക്കെ വരുന്നൊരു സംഭവമാണ് കേട്ടോ.
എന്തായാലും ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതായിരുന്നു അവനെ പഠിപ്പിക്കുന്ന മാമിനെയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാരും എന്ത് ചെയ്യുന്ന പറഞ്ഞേ? ഇങ്ങോട്ട് നോക്കി പറ. Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. May God bless you ears. 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 അങ്ങനെ അവൻ്റെ ബസ് വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇപ്പുറത്തെ സൈഡാണ് നിൽക്കേണ്ടത്. അവൻ അതേ ബാഗിൽ നിന്ന് എടുക്കുന്നത് അവൻ്റെ ബസ്സിൽ ആൻറ്റിക്കും ഡ്രൈവിന് കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ സ്കൂളിൽ പോയിട്ടൊക്കെ ആശാൻ വന്നു. ഇനി ചെറിയൊരു സർപ്രൈസ് ഉണ്ട്. അവന് ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതോ ഇത് പഴയ ഉടുപ്പല്ലേ? ഇത് പഴയ ഉടുപ്പല്ലേ? അതെ, ഈ ഉടുപ്പാണെങ്കിലോ? ഈ ഉടുപ്പാണെങ്കിലോ? ഇത് ഇത് മതി. ഇതെങ്ങനെ വന്നിവിടെ? ഈ മാറ്റ തന്നത് ഇഷ്ടായോ? ഇഷ്ടായോ? ബാക്കിൽ പടമുണ്ടോ? എന്നാ ബ്ലൂ ഇട്ടാലോ? ഇത് ഫ്രണ്ട്. ഈ ബ്ലൂ ഇട്ടാലോ? ഈ ബ്ലൂ ഇട്ടാലോ? സർപ്രൈസ് ഇതൊക്കെ എത്തിച്ചോ? ഇത് സർപ്രൈസ് നോക്കി പ്രതീക്ഷിച്ചില്ല. അവൻ ഫസ്റ്റ് എടുത്ത് കാണിച്ച ബ്ലൂ ലാസ്റ്റായിട്ട് അവനെടുത്ത പുതിയ ഡ്രസ്സായിരുന്നു. അപ്പോൾ അതിട്ട് പോകാമെന്നാണ് അവൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ സർപ്രൈസ് ആയിട്ട് ഇതും കൊടുത്തു. അതവന് ഭയങ്കര ഹാപ്പിയായി. ഇഷ്ടായോ? 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 ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. Look at the back. ഇതാണ് ഫ്രണ്ട്. സ്റ്റിക്കർ സ്റ്റിക്കർ അവിടെ വേണ്ട. സ്റ്റിക്കർ അവിടെ അത് വേണ്ട പോലെ വൃത്തിയടാ. അങ്ങനെ ഞങ്ങൾ ഈവനിങ് സിറ്റിയിലേക്ക് പോവാണ്. പോകുന്ന വഴി എൻ്റെ സാംസങ് ഫോൺ നന്നാക്കാനായിട്ട് അവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ രാമചന്ദ്രയുടെ ഓപ്പോസിറ്റുള്ള ഷേക്ക് ഫാക്ടറിയിൽ കയറി. എന്താ കുടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷാർജ ഷേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാഷ്യൂനട്ട് ഷേക്കും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് കാഷ്യൂനട്ട് ഷേക്കാണ് വാങ്ങിയത്, എനിക്ക് അതാണ് ഇഷ്ടം. ആദ്യത്തിന് ഷാർജ ഷേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. എവിടെ? അതൊക്കെ അവിടെ അവിടെയാ ഓർഡർ ചെയ്യണേ. നമ്മളെവിടെ പോവാ? കുടിക്കട്ടെ. അങ്ങനെ വെച്ച് കളി 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 ദേഹത്ത് കളി. താഴ്ത്തി വെച്ച് കൊടുക്ക്. താഴെ അങ്ങനെ ഇനി ഞങ്ങൾ ശംഖുമുഖത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ലുലു മോളിലേക്ക് പോകും. അപ്പോൾ ആദ്യം ശംഖുമുഖത്തേക്കാണ് പോകുന്നത്. കൊള്ളാല്ലേ? അടിപൊളിയല്ലേ മോളെ? അടിപൊളിയല്ലേ?
ആ റോക്കറ്റ് വന്ന് താഴെ വന്ന് ഇട്ടാലും അങ്ങനെ ഞങ്ങൾ ശംഖുമുഖത്ത് എത്തിയിട്ടുണ്ട്. ആ വൈകിട്ട് ആ ഒരു മേഘം ഒക്കെ കാണാനായിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗെയിം സോൺ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ്. ഇടയ്ക്കൊരു ദിവസം രാവിലെ വന്നപ്പം കണ്ടിരുന്നു, പക്ഷേ രാവിലെ അത് ഓപ്പൺ അല്ലാന്ന് തോന്നി. ഈവനിങ് ടൈമാണ് ഓപ്പൺ എന്ന് തോന്നുന്നു. കാര്യം രാവിലെ വന്ന സമയത്ത് അത് ക്ലോസ്ഡ് ആയിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, അത് ഓപ്പൺ ചെയ്ത് കണ്ടിട്ടില്ലായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം സോണ്. അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളുണ്ട്. അത് പോയിട്ട് പിള്ളേർക്ക് കളിക്കാനുള്ള സംഭവം AC റൂമിനകത്ത് തന്നെ ഈ സ്ലൈഡൊക്കെ ഉണ്ടല്ലോ, സ്ലൈഡും പിന്നെ അങ്ങനെ കയറൊക്കെ കളിക്കുന്നതൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ മോൻ അവിടെ കയറണമെന്ന് പറഞ്ഞ് അവിടെയും ഞാൻ അവനെ കയറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പം ഈ കാണുന്നത് ഹെലികോപ്റ്റർ പണ്ട് യുദ്ധത്തിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹെലികോപ്റ്ററാണ്. അത് പഴയതായി, അപ്പോൾ അത് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഗെയിം സോണിൻ്റെ അടുത്തേക്ക് പോവാണ്. ഞാൻ ചാടി ഇറങ്ങിയതുപോലെ അവനും ചാടി ഇറങ്ങണമെന്ന് പറഞ്ഞിട്ട് എന്നെ തള്ളിമാറ്റി അവൻ ഇറങ്ങാനായിട്ട് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഗെയിം സോണിനകത്ത് കയറി. ഇന്നത്തെ ദിവസം ഏതോ സ്കൂളിൽ നിന്ന് പിള്ളേർ ട്രിപ്പ് എങ്ങാണ്ട് വന്നേക്കാണ്. അപ്പോൾ ഇത് ആ ഒരു ഭാഗത്താണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പം ഇവിടുത്തെ ഈ കളികളൊക്കെ ജസ്റ്റ് നമ്മൾ ആദ്യം വന്ന് കണ്ടതായിരുന്നു. കണ്ടു കഴിഞ്ഞിട്ട് അവൻ ബഹളം ഉണ്ടാക്കി അവനോട് കയറണമെന്ന്. അങ്ങനെ പിന്നെ അരമണിക്കൂറിലേക്ക് 100 രൂപയുടെ ടിക്കറ്റ് എടുത്തു. 15 മിനിറ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 80 രൂപയോ അതോ 60 രൂപയോ അങ്ങനെ കണ്ടാണ്. അതിനേക്കാളും ബെറ്റർ അരമണിക്കൂർ 100 രൂപയാണെന്ന് വിചാരിച്ചു. അപ്പോഴേ അതിൽ ടിക്കറ്റ് എടുത്തിട്ട് അവന് കയറ്റി. AC റൂമാണ്. എങ്ങനെ അവനകത്ത് കയറി. ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു കേട്ടോ, തിരിച്ചിങ്ങോട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അവർ തന്നെ ഡയറക്റ്റ് ചെയ്തു. അതിനകത്ത് സ്റ്റാഫുണ്ട്, 1-2 സ്റ്റാഫുണ്ട്. അവർ തന്നെ പിള്ളേരെ നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അവൻ അതിനകത്ത് കയറിയ സമയം കൊണ്ട് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് മാറി കുറച്ച് നടന്ന് കാണാനൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഈ ഗെയിം സോൺ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ട് പോലെ ഇങ്ങനെ ചെയ്തിട്ടിട്ടുണ്ട്. അതിനകത്ത് തന്നെ അല്ലാണ്ടും കുറച്ച് സ്പേസ് നമുക്ക് ഇരിക്കാനും കുറേ നേരം ഇരുന്നിങ്ങനെ റിലാക്സ് ചെയ്യാനൊക്കെ സ്പേസ് ഉണ്ട്. പിന്നെ ഐസ്ക്രീമിൻ്റെ ആ ഒരു കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. അതങ്ങോട്ട് പോകുമ്പോഴത്തേക്കും കാണാൻ പറ്റും. കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന സ്ഥലം ഇതാണ്. നല്ല രസമാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല അടിപൊളി ആംബിയൻസാണ്. ആ ഒരു ഈവനിങ് ടൈം കൂടി ആകുമ്പോൾ സൂപ്പറാണ്. പിന്നെ ഇതിനകത്ത് ഓരോ സോണുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തോ ഹൊറർ സോണുണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിനുള്ളിൽ കിളികളും ബാക്കി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെയാണ്. അല്ലാതെയും ഓരോ സോണായിട്ട് ഇങ്ങനെയുണ്ട്. പിന്നെ ഇത് അങ്ങ് ദൂരെ ഫിഷ് സ്പാ ഉണ്ട്. പിന്നെ അതിനടുത്തോട്ടാണ് കേട്ടോ ഐസ്ക്രീം ഷോപ്പൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ട് കയറി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കടൽ കാണാൻ പറ്റും. ഈ ഒരു ഭാഗത്ത് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ ജസ്റ്റ് ഒരു ഗൾഫിൻ്റെ ആ ഒരു ചെറിയൊരു ആ ഒരു ലുക്കൊക്കെ വരുന്നുണ്ട്. പക്ഷേ ആ ഒരു മരവും അതിൻ്റെ ചുവട്ടിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഇത് ഈ ഒരു ഭാഗത്ത് കയറി നിന്നിട്ട് നമുക്ക് കടലൊക്കെ ആസ്വദിക്കാൻ പറ്റും. അവിടെ കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വേറെ എന്താണ് അവിടെ വരുന്നതെന്ന് അറിയില്ല. എന്തായാലും അടിപൊളിയാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. പണ്ട് ശംഖുമുഖം എന്ന് പറയുമ്പം ജസ്റ്റ് ഒരു കടൽ, ബീച്ച്, സൈഡിൽ കടകൾ തന്നെ വളരെ കുറവായിരുന്നു. ഈ കുഞ്ഞു ഷോപ്സ് ഉണ്ടല്ലോ അത് തന്നെ കുറവായിരുന്നു. പിന്നെ കുറച്ചുകൂടി പുരോഗമനം വന്നത് ഇപ്പോൾ അടിപൊളിയായി വരികയാണ്. ശംഖുമുഖം സൂപ്പറായി തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഐസ്ക്രീം ഷോപ്പും. പിന്നെ വേറെന്തോ പാനിപ്പൂരി ഷോപ്പൊക്കെ അപ്പുറത്തുണ്ട്, അങ്ങോട്ട് പോയില്ല. ഇവിടെ നിന്ന് അച്ഛൻ ഒരു ഐസ്ക്രീം വാങ്ങി. അങ്ങനെ അതും കുറച്ച് കഴിച്ച് ഞങ്ങൾ മോനെ വിളിക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ മുകളിൽ കേബിളുണ്ട്. ആ കേബിളിലൂടെ ഇങ്ങനെ സൈക്കിള് പോകുമല്ലോ, ആ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ എപ്പോഴത്തെ പോലെ കടകളൊന്നും ഇല്ലായിരുന്നു. അത് ഞങ്ങൾ പോലീസിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി ഡിസംബർ 4-ാം തീയതി എങ്ങാണ്ടോ എയർഫോഴ്സിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളും നടക്കാമെന്നാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു സോഡ ലൈമും പിന്നെ കോണൊക്കെ വാങ്ങിക്കഴിച്ചിട്ട് അവിടെ നിന്ന് തിരിച്ചു പോവാണ്. ഇനി ഞങ്ങൾ ലുലുവിലേക്കാണ് പോകുന്നത്.
അങ്ങനെ ദേ ലുലുവിൽ എത്തിയിട്ടുണ്ട്. പിന്നെ അകത്തുനിന്ന് ബർത്ത്ഡേ ഓഫറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. ബർത്ത്ഡേ ഓഫറിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഐ കാർഡിൽ കൊടുത്തേക്കാം. 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഐ കാർഡിൽ കൊടുത്തേക്കാം കേട്ടോ. അത് കാണാം. അത് ഈ മൗസിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടിരിക്കുകയാണ്. മൗസിൽ നിന്ന് ഫ്രീ അവിൽ മിൽക്ക് കിട്ടും. പിന്നെ അവിടെ നിന്നൊരു ടോയ് അവൻ ബഹളം ഉണ്ടാക്കി വാങ്ങി. അവിടെ ഇരുന്നത് കണ്ടിട്ട് ചോദിച്ച് വാങ്ങിയതാണ്. അവർ കൊടുത്തു. അതിനകത്തുള്ള ടോയൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു ആശാൻ അവിടെ ഇരുന്നിട്ട്. ബാക്കിലുണ്ട് ബാക്കിയുള്ള സ്പീക്കറുണ്ട് ഭയങ്കര ഒബ്സർവേഷൻ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ വില കൂടിയത് വാങ്ങാൻ വിചാരിച്ചപ്പോഴത്തേക്ക് അവന് 200 രൂപയ്ക്കുള്ളത് മതി. പിന്നെ അത് തന്നെ അവനല്ലേ കുടിക്കുന്നേ. ബർത്ത്ഡേ പോയി അവൻ തുറക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ബെൽജിയം വാഫിൽ പോയി. അവിടെ 30% ഓഫാണ്. ടോട്ടൽ ബില്ലിൻ്റെ 30% ഓഫാണ്. അങ്ങനെ അവിടെ നിന്ന് വാങ്ങി. എല്ലാത്തിനും പ്രൂഫ് കൊടുക്കണം കേട്ടോ. ഞാൻ മോൻ്റെ ആധാർ കാർഡാണ് കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. അന്നേരം അവന് അവിടെ നിന്ന് ഇവിടുന്ന് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. റെഡ് കളർ സംഭവം തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ അതവന് ഇഷ്ടപ്പെടത്തില്ലെന്ന് എനിക്കറിയായിരുന്നു. എന്നാലും അവൻ പറഞ്ഞു അത് വാങ്ങിക്കൊടുത്തു. അപ്പോൾ ആ റെഡ് അർജൻ്റാണ് കഴിച്ചത്. ബാക്കിയാണ് അവൻ കഴിച്ചത്. അങ്ങനെ ഞങ്ങൾ തിരിച്ചത് വീട്ടിലേക്ക് വരികയാണ്. ഇത് ആ ദൂരെ കാണുന്നത് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് അമരവള CSI ചർച്ചിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള റജി തട്ടുകടയിൽ കയറി. അവിടെ നിന്ന് ഹരിയാലി ചിക്കനും പിന്നെ ദോശയും ഒക്കെയാണ് വാങ്ങിച്ചത്. പപ്പടം ഒക്കെ വാങ്ങി. ഇവിടെ ഒരാൾ ഓർക്കാൻ അഭിനയിച്ചെടുക്കണം. എന്തായാലും നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസാണ് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തതിൻ്റെ കുറച്ച് ഫോട്ടോസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം നല്ല അടിപൊളിയായിരുന്നു. അവൻ്റെ ബർത്ത്ഡേ സൂപ്പറായിരുന്നു. അവനും സർപ്രൈസ് ആയിരുന്നു. ഞങ്ങൾ ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.